ഇന്നത്തെ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഇൻട്രോ സോങ് ആണ് പ്ലേ ചെയ്യാൻ പോണത്. കേരള ക്രൈം ഫൈൽസ്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്യാത്തൊരു ജോണറാണ് ത്രില്ലർ. അപ്പൊ മ്യൂസിക്കലി അഹമ്മദ് ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, ഇഷാം ഇത് ഭയങ്കര ലൗഡായിട്ടൊന്നും നമ്മൾ ട്രീറ്റ് ചെയ്യരുത്. ഞാൻ അഹമ്മദിന്റെ കൂടെ 1-2 തവണ ഒക്കെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലോണം അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താണ് ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തം പിന്നെയും മാറ്റുമ്പോൾ അതിന്റെ മ്യൂസിക് ഫ്ലോ ഒക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് സ്നേഹമാണ് അവനോട്. കാര്യം ഹായ് നയന ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫിലിമിലാണ് എൻ്റെ ലൈഫിൽ. കാരണം അത്രയും ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള സിനിമ ഹൃദയത്തിന് ശേഷം വേറൊരു സിനിമ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഏറ്റവും കൂടുതൽ വൈഡ് സ്പ്രെഡ് ക്രിട്ടിക്കൽ അക്ലൈം മ്യൂസിക്കിനും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും വന്നിട്ടുള്ളൊരു സിനിമയാണ് ഹായ് നാന. ഹായ് നാനാന്റെ സ്കോറിംഗ് സമയത്ത് യൂഷ്വലി നമുക്കൊരു സ്കോറിംഗ് റീലായിട്ട് വരാം, സ്പ്ലിറ്റ് ചെയ്ത് വരാം. ഷൗരി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഷൗരി ഹൃദയം ഫിലിം ഫുള്ള് കണ്ടിട്ടു. ഹൃദയത്തിലുള്ള സ്കോർ മൊത്തം ഹായ് നാനാന്റെ സ്കോറിൽ റെഫറൻസ് കൊണ്ടിട്ടു. അപ്പൊ പുള്ളി ഇൻഡയറക്ട്ലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇനി ഇതിന്റെ ബെറ്റർ അല്ലേ ചെയ്യുള്ളൂ. ആ സോങ് ഒക്കെ കാശ്മീരിൽ ഇരുന്നിട്ടാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഡയറക്ടർ എടുത്ത് പറഞ്ഞു, ഇഷാം വി നീഡ് ദ മെലഡി ടുമാറോ. ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ then I got the word ആരാധ്യ. അങ്ങനെയാണ് ചന്ദനവന്ത ചല്ലകതോ ചാവേ ആരാധ്യ ആരാധ്യ. അപ്പൊ ഇത്രയും കമ്പോസ് ചെയ്ത് ശിവ ഇങ്ങനെ 6 മണിക്ക് വെളുപ്പിന് 6 മണിക്കുള്ളിൽ കേട്ടിട്ട് വാട്ട് ഡു യു മീൻ ബൈ ആരാധ്യ ആരാധ്യ, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് വർക്കിംഗ് ഇഷ. ബട്ട് ദെൻ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനിപ്പം ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സമയം എനിക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പം എനിക്ക് പറയാം ഞാൻ ഇനി ഒരാഴ്ചക്കുള്ളിലെ പാട്ട് തരുള്ളൂ. ഇപ്പോഴും ചില ലെവറേജസ് അല്ലെങ്കിൽ ചില ഫ്രീഡം ഒന്നും നമുക്കില്ല. കമേഴ്ഷ്യൽ ഹിറ്റ് സീക്രട്ട് എന്താ? ലിറിക്സ് ഇസ് വൺ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലിറിക് ചോയ്സ് ഓഫ് സിംഗർ, ഹൗ ഇറ്റ്സ് പ്രസന്റഡ്. കുങ്കുമമാകെ വിങ്ങണിഞ്ഞു ഞാൻ കൈ തൊടുമ്പോൾ നിന്നെ മൂവന്തിയാളെ ആരുയിരേ നീ. ഇന്നത്തെ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഇൻട്രോ സോങ് ആണ് പ്ലേ ചെയ്യാൻ പോണത്. കേൾക്കാം. അബ്ദുൽ വഹാബ്, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു രാഹുൽ. എന്താ തോന്നി, എന്താ മനസ്സിൽ കൂടെ പോയ? എന്താ പറയാ, തമിഴിൽ ആദ്യമായിട്ടൊരു റിലീസായ ഒരു ട്രാക്ക് ഇവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ അതും നിങ്ങളുടെ FM അത് പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇരുന്നത് ദർശന കത്തി നിൽക്കുമ്പോഴാണ്. അന്ന് അതേ ട്യൂണിൽ നമ്മള് ആയിഷ എന്ന് പറഞ്ഞ് പാടിപ്പിച്ച്. ഇപ്പോഴും ആയിഷ കൂടെ ഉണ്ട്. അല്ല, അന്ന് അത് വൈറലായിരുന്നു, ആയിഷ എന്ന് പറഞ്ഞ് പാടിയത്. അപ്പൊ വൈഫ് എന്ത് പറഞ്ഞ അത് കേട്ടിട്ട്? അവൾക്ക് കേട്ടിട്ട് കുറച്ചും കൂടെ സ്നേഹം കൂടുതലുണ്ട്. ഇത്തവണ വരുമ്പോ ഒന്നും കൂടെ പറഞ്ഞു, ഒന്നും കൂടെ ആയിഷ എന്ന് പാടാൻ പറഞ്ഞു. അന്ന് പാടിയതിന്റെ സ്നേഹം എപ്പോഴും കിടക്കുന്നുണ്ട്. ശരി, ഹൗ ഈസ് ലൈഫ് ആഫ്റ്റർ ഹൃദയം? ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്. കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കുറെ അധികം ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാൻ പറ്റി. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ബൗണ്ടറീസ് കടന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നു. സോ ഐ തിങ്ക് ഐ എം ബീങ് വെരി ഭയങ്കര ബ്ലെസ്ഡ് ആൻഡ് ലക്കി ആണ് ആക്ച്വലി. സൂപ്പർ. ഹൗ ഈസ് musician Hisham Hrudayam? Still exploring new facets of music. ഇനിയും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് മേഖലകളുണ്ട് മ്യൂസിക്കിൽ. അങ്ങനെയുള്ള പ്രോജക്ട്സിന്റെ സെർച്ചിലാണ് ഇപ്പോഴും. അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ ഐ വുഡ് സേ ഐ എം സ്റ്റിൽ ലേണിംഗ്. എക്സ്പ്ലോറിംഗ് എന്ന് പറയുമ്പോൾ കോമൺ മാൻ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു, ഒരു മ്യൂസിഷ്യൻ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യും? എനിക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് എക്സാമ്പിൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ കേരള ക്രൈം ഫൈൽസ്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്യാത്തൊരു ജോണറാണ് ത്രില്ലർ ക്രൈം ഡ്രാമ. അപ്പോൾ അത് ഫസ്റ്റ് സീസൺ ഞാൻ തന്നെയായിരുന്നു മ്യൂസിക് ചെയ്തത്. ഇതിനു മുമ്പ് ഇനി ഉത്തരം എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ട് മ്യൂസിക്. പക്ഷേ അതിലൊന്നും ഇല്ലാത്തൊരു പവർ ഈ സീസൺ 2 ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, ദിസ് വിൽ ഹിറ്റ് പീപ്പിൾ. അപ്പം ഇതിൽ നല്ലോണം ഫോക്കസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം ഇതിൽ ഞാൻ ഇതുവരെ വർക്ക് ചെയ്യാത്ത സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഒക്കെയാണ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. സോ ഐ തിങ്ക് ഇത് എനിക്കൊരു ലേണിംഗ് പ്രോസസ്സാണ്. പവർ ഇതിലുണ്ടെന്ന് പറയുമ്പോൾ ആസ് എ ത്രില്ലർ അതില് അങ്ങനത്തെ എലമെന്റ്സ് ഉണ്ട് എന്നാണോ? ഓവറോൾ ഇറ്റ്സ് ദർ. അതിന്റെ സ്റ്റോറി ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ഹാങ് ഓവർ ഉണ്ടാവും ആ സീരീസ് കണ്ടു കഴിയുമ്പോൾ. ആൻഡ് ഐ തിങ്ക് ദ മ്യൂസിക് ഹാസ് കോംപ്ലിമെന്റഡ്, അതിന് നല്ലോണം കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു ഹാങ് ഓവർ നമുക്ക് ഭയങ്കരമായിട്ട് വരും. അപ്പോൾ ആസ് എ മ്യൂസീഷ്യൻ ത്രില്ലർ ചെയ്തതിൽ നിലവിൽ ഹിഷാം ഏറ്റവും സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളത് ഇത് കേരള ക്രൈം ഫയൽസ് 2. യെസ് ഓഫ് കോഴ്സ്. കാരണം അത്രയും ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവുന്നു. ഇത് എല്ലാ ദിവസവും ഇവരുടെ റിസപ്ഷൻ ഭയങ്കരമാണ്. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നു, ഇൻഡസ്ട്രിയിലുള്ളവർ, ഫ്രണ്ട്സ്, ഫാമിലി. ഇതിൻ്റെ റിസപ്ഷൻ അപ്രീസിയേഷൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് ഹൃദയം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് മലയാളത്തിൽ
ഒരു വർക്കിന് ഇത്രയധികം അപ്രീസിയേഷൻ വരുന്നത്. സോ ഐ എം വെരി ഫോർച്ചുനേറ്റ്. അതും ഞാൻ ചെയ്യാത്ത ജോണറും. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും കേരള ക്രൈം ഫയൽസിലേക്ക്. വൺസ് അഗൈൻ ഹൃദയത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. ആസ് എ കരിയർ നോക്കുകയാണെങ്കിൽ ഹൃദയത്തിന് ശേഷം എന്തൊക്കെ മാറി? ഹൃദയത്തിന് ശേഷം എനിക്ക് തെലുഗുവിലേക്കൊരു എൻട്രി വന്നു. ഖുഷി ഫിലിം ചെയ്തു, ഹായ്നാന ഫിലിം ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് നല്ല ആക്ടേഴ്സിൻ്റെ ഫിലിംസ് ചെയ്യാൻ പറ്റി. അതിനുശേഷം തമിഴിൽ എൻട്രി വന്നു. വൺസ് മോർ എന്ന് പറഞ്ഞ സിനിമ അർജുൻ ദാസിൻ്റെ, അതായിരുന്നു ഫസ്റ്റ് ഫിലിം. പക്ഷേ മാമൻ റിലീസായി ഫസ്റ്റ്. സൂരി സാറിനോട് മ്യൂസിക് ചെയ്യാൻ പറ്റി. കന്നഡാൻ്റെ ഡെബ്യൂ ഇപ്പം നടക്കുന്നുണ്ട്. സോ ഐ തിങ്ക് എന്താ പറയുക, ഒരു ജേർണി പോലെ ഒരു യാത്ര ചെയ്തിട്ട് ഐ എം സ്റ്റിൽ ബാക്ക് ഹിയർ. സ്റ്റാർ ജാം അഗൈൻ ടു. എനിക്ക് ഏറ്റവും സന്തോഷം, എനിക്ക് തോന്നുന്നു റാഫേൻ്റെ ആ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇതേപോലെയായിരുന്നു. ഒരു സെൽഫ് റിഫ്ലക്ഷൻ എപ്പോഴും റാഫേൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു തോന്നലുണ്ട്, ഓക്കെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ഇതൊക്കെ ചെയ്യാനുണ്ട്. സോ ഐ തിങ്ക് ഇതിപ്പോ ഒരു റൗണ്ട് 2 ആണ്. നമ്മൾ ഇതെല്ലാം ഓർത്തെടുക്കുകയാണല്ലോ. ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ചെയ്തു പോകും. അതെ, കഴിഞ്ഞ നമ്മുടെ ഇന്നിങ്സ് കഴിഞ്ഞിട്ട് അടുത്ത ഇന്നിങ്സിലേക്ക് നമ്മൾ പോകും. പിന്നെ ഇന്റർവ്യൂസിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ ഓർത്ത്. അതെ, എനിക്ക് ചിലവരങ്ങനെ ചോദിക്കില്ല. ചിലര് ഇപ്പം നടക്കുന്ന വർക്കാണ്, പക്ഷെ റാഫി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആരും ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പഴയതൊക്കെ എടുത്തിടുക. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ആസ് പിന്നെ ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ മ്യൂസീഷ്യൻ, ടെക്നീഷ്യൻ എങ്ങനെയൊക്കെ മാറി? ഞാൻ മ്യൂസീഷ്യൻ എന്ന രീതിയിലേ പറയുള്ളൂ, സിനിമാക്കാരൻ പറയൂല. പക്ഷേ ഐ തിങ്ക് ഭയങ്കര ബ്ലെസ്ഡ് ആണ് റാഫെ. മൈ വൈഫ് ആൻഡ് അസ്, നമ്മുടെ ഫാമിലി, നമ്മുടെ ടീം, വി ഓൾ ആർ ഹാപ്പി വിത്ത് ഓൾ ദ വർക്ക്സ്. നമുക്ക് നമ്മുടെ വർക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. കരിയറിലെ ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും ഭയങ്കര സമാധാനമുള്ള ഒരു ടൈമാണ് ഇപ്പോൾ. ടച്ച് വുഡ്. സൂപ്പർ. അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട്. അടിപൊളി. ഹൃദയം ഒരു ഹൈ പോയിന്റ് ആയിരുന്നെങ്കിൽ കേരളത്തിൽ, ഇപ്പോൾ കേരള ക്രൈം ഫയൽസ് അതേ രീതിയിലുള്ളൊരു ഹൈ പോയിന്റ് ആണ് അല്ലേ? ഹൃദയം പറയുകയാണെങ്കിൽ 100 മില്യൺ സ്ട്രീമിംഗ് അടിച്ച മലയാളം ആൽബമായി മാറി സ്പോട്ടിഫൈയിൽ. എല്ലാം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഹൃദയം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹൃദയത്തിൽ എന്താ വരുന്നത്? ഇപ്പൊ ഹൃദയത്തിൽ വരുന്നത്, ഞാൻ ഇന്നലെ ഹൃദയത്തിന്റെ ഡയറക്ടർ വിനീതേട്ടനോടൊന്ന് സംസാരിച്ചിരുന്നു. അപ്പൊ വിനീതേട്ടൻ ഇപ്പം വിനീതേട്ടന്റെ പുതിയ സിനിമേന്റെ തിരക്കിലാണ്. എന്റെ ഡബിംഗ് പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാടിയിട്ടുണ്ട് ഓൾറെഡി. ഷാനിക്കാണ് മ്യൂസിക്. സോ ഐ എം എക്സൈറ്റഡ് ഫോർ ദാറ്റ് റിലീസ്. പക്ഷേ ഇന്നലെ സംസാരിച്ച സമയത്ത് വിനീതേട്ടൻ പറഞ്ഞു, ഇഷാമേ കേരള ക്രൈം ഫയൽസ് നല്ല അഭിപ്രായം ഉണ്ടല്ലോ, ഗംഭീരമായി പോകുന്നുണ്ടല്ലോ, അടിപൊളി, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ ഓർമ്മ വരിക. വിനീത് ശ്രീനിവാസൻ അങ്ങനെ പറയുമ്പോൾ ഹിഷാമിന് എന്താ ഫീൽ ചെയ്യുക? എനിക്ക് ഭയങ്കര സന്തോഷമാണ് റാഫ. അത് എനിക്ക് മാത്രമല്ല, ഇപ്പം എനിക്ക് എൻ്റെ വൈഫിന്, നമുക്ക് വിനീതേട്ടനും ദിവ്യ ചേച്ചിയും പറയുമ്പോൾ രണ്ടുപേരും, കാരണം അവർ രണ്ടുപേരും നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 2 ഫിഗേഴ്സാണ്. ഹൃദയം എന്ന് പറഞ്ഞ ഒരു സിനിമ ഒരു പക്ഷേ എനിക്ക് കൈ പിടിച്ച് എന്നെ ഉയർത്തിയിട്ടുള്ളത് വിനീതേട്ടനാണ്. അപ്പോൾ ആ സിനിമയിൽ നിന്നാണ് ഓൾ ബ്ലെസ്സിങ്സ് ദാറ്റ് ഐ സീ നൗ എല്ലാം. ഒരു പക്ഷേ അതിൽ ഞാൻ എൻ്റെ വർക്ക് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. സോ നമുക്ക് അവരോട് എപ്പോഴും ഒരിക്കലും തീരാത്ത ഒരു കടപ്പാടുണ്ട്. ആ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഒരു റെസ്പെക്റ്റും ഒരു എന്താ പറയുക, ഒരു ഗുരു എന്ന രീതിയിൽ എപ്പോഴും ഞാൻ എത്തി നോക്കുന്നതാണ്. അപ്പോൾ വിനീതേട്ടൻ എന്തൊരു കമൻറ്റ് പറയുകയാണെങ്കിലും, ഇപ്പം മറ്റൊരു സിനിമേൻ്റെ മ്യൂസിക് നമ്മൾ കമ്പോസ് ചെയ്ത് ഞാൻ കേൾപ്പിക്കും ചില നേരത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹായ് നാനാല സോങ്സ് അല്ലെങ്കിൽ മാമനിലെയോ കേൾപ്പിക്കുമ്പോൾ വിനീതേട്ടൻ അഭിപ്രായം പറയും. അപ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഒരു മ്യൂസീഷ്യനാണ്. സോ ആൻഡ് ഹീസ് എ മ്യൂസീഷ്യൻ ഹിംസെൽഫ്. ഹൃദയത്തിന് ശേഷമാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ടായത് അല്ലെങ്കിൽ സ്ട്രോങ് ആയത്? ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നു ഹൃദയം സിനിമ നടക്കുന്ന സമയം തൊട്ടേ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. വി അണ്ടർസ്റ്റാൻഡ് സർട്ടൻ തിങ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും ചില കണക്ഷൻസ് ഉണ്ടല്ലോ, നമുക്കറിയാം എന്താണ് വിനീതേട്ടൻ ആലോചിക്കുന്നത് ഒരു സോങ് കേൾക്കുമ്പോൾ. സോ ഐ തിങ്ക് ദാറ്റ് കണക്ഷൻ ഹാസ് ഡീപ്പൻഡ് നൗ ഓവർ ദി ഇയേഴ്സ്. പുതിയ വിനീതേട്ടന് വേണ്ടി പാടിയ പാട്ട് എങ്ങനെ ദർശന പോലെ ഒരു ഹൈ പോയിന്റ് ഉള്ള പാട്ടാണോ? അതിൽ എന്തെങ്കിലും പുറത്തുവിടാനായോ 2 വരികൾ? അയ്യോ, അത് റിലീസ് ആവാൻ വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ബട്ട് ഡെഫിനറ്റ്ലി ഷാനിക്കാൻ്റെ കയ്യിൽ നിന്നും ഇതുവരെ കേൾക്കാത്ത ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ആണ്. ഇപ്പം ഞാൻ മാത്രമല്ല, അതിൽ ജോബ്, ഹരിശങ്കർ ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പം ഇതുവരെ ഇല്ലാത്തൊരു ഫെസറ്റ് ആയിരിക്കും അവരുടെ കോമ്പിനേഷനിൽ നിന്നുണ്ടാവുക, അത് ഷുവറാണ്. അപ്പോൾ എങ്ങനത്തെ സെലിബ്രേഷൻ പാട്ടാണോ? നമുക്ക് നോക്കാം. ഹൃദയത്തിന്റെ മ്യൂസിക് വിനീത് ശ്രീനിവാസൻ ഏൽപ്പിച്ചപ്പം ഹിഷാം എന്റെ പടത്തിന് മ്യൂസിക് ചെയ്യോ എന്ന് ചോദിച്ചപ്പം ഹിഷാം കരഞ്ഞു. ഓൾറെഡി വൈറലാണ്, എല്ലാവർക്കും അറിയാം. അന്ന് എന്തിനാ കരഞ്ഞ്? ഇപ്പം ഞാൻ മനസ്സാവാച ദൈവം സഹായിച്ച് ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ സുഖവും അല്ലെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറും ഈ ഒരു കംഫർട്ട് ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു കംഫർട്ട്
ലെവൽ ഒരു പക്ഷേ ആ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ സിനിമ തൊട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ സിനിമ വിനീതേട്ടൻ എന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ പറ്റുമോ. അപ്പം പെട്ടെന്ന് വിനീതേട്ടൻ അത് ഒരു സർപ്രൈസ് പോലെ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഐ വാസ് നോട്ട് ഏബിൾ ടു ഹോൾഡ് ഇറ്റ്. എനിക്കത് വിശ്വസിക്കാനും പറ്റിയില്ല, ഞാൻ പ്രിപ്പയർഡും ആയിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോയത്. അത് കഴിഞ്ഞിട്ടുള്ള ഡയലോഗാണ് കൂടുതലും സ്ട്രൈക്കിംഗ്. ഞാൻ 10 വർഷം കാത്തിരുന്ന ചോദ്യം. അതെ അതെ, അത്രയും കാത്തിരുന്നിട്ടുണ്ട്, അത്രയും വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിനിമ കിട്ടാൻ. ഇപ്പോഴും ആക്ച്വലി വെയിറ്റിംഗ് ആണ് വിനീതേട്ടനോട് അടുത്ത് എപ്പോഴെങ്കിലും ഒരു പ്രോജക്റ്റിന്. അത് എപ്പോഴും നമ്മൾ കാണുമ്പോൾ ഞാൻ പറയും വിനീതേട്ടൻ നമുക്കിനി ഒന്ന് ഇരിക്കണ്ടേ. അപ്പോൾ വിനീതേട്ടൻ പറയാം എടാ ഇരിക്കാം എന്ന് വിനീതേട്ടൻ പറയും. സോ ഐ എം ഓൾസോ വെയിറ്റിംഗ്. ഇനി അടുത്തൊരു നമ്മുടെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അടുത്തൊരു കമ്പോസിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുക. പക്ഷെ 10 വർഷം കാത്തിരുന്ന ആ ചോദ്യം അപ്പോൾ $1 മില്യൺ ചോദ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാലേ. അതെ സത്യമായിട്ടും. അതിനിപ്പോൾ 100 മില്യൺ വ്യൂസ് ആയി, സ്ട്രീമിങ്സ് ആയി. അപ്പോൾ ആ 10 വർഷം കാത്തിരുന്നിട്ട് വിനീത് ശ്രീനിവാസൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ആ സിനിമയ്ക്ക് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നിശാമിന് കിട്ടി. ഒട്ടും പ്രതീക്ഷയില്ല റാഫി. കാരണം ഒബ്വിയസ്ലി അവരത് ജഡ്ജിങ് പാനലിലേക്ക് നമ്മുടെ മ്യൂസിക് ഒക്കെ പോയെന്ന് അറിയുന്ന സമയത്ത് തന്നെ ഉള്ളിൽ ഫ്ലവേഴ്സ് വരാൻ തുടങ്ങി. ഐ വാസ് വെരി നെർവസ്. ഓക്കെ, ഇതെന്താണ് സംഭവം. പിന്നെ ഞാനും ഈ TV-യിൽ ഇവർ അനൗൺസ് ചെയ്യുന്ന സമയത്താണ് ഞാനും ഇത് കാണുന്നത്. അപ്പോൾ ഐ വാസ് നോട്ട് ഏബിൾ ടു, എനിക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ശക്തിയില്ലായിരുന്നു, മാനസിക ശക്തിയില്ല. പിന്നെ ദെൻ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. പിന്നെ അത് അനൗൺസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും കൂടെ അത് എന്താ പറയുക, എൻ്റെ സ്റ്റുഡിയോൻ്റെ പുറത്താണ് ഈ വാങ്ങിച്ച അവാർഡ്സൊക്കെ വെച്ചിട്ടുള്ളത്, എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെയും കൂടെ ഞാനത് ജസ്റ്റ് നോക്കിയിട്ട് ഞാനതൊന്ന് സെൽഫ് റിഫ്ലക്റ്റഡ് ആയി. ഓക്കെ, ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതൊരു ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. ഇനി നെക്സ്റ്റ് എന്താണ്, നമുക്കിനി എപ്പോഴാണ് നമുക്ക് ജനങ്ങളിലേക്ക് എപ്പോഴാണ് നമുക്കൊരു ക്ലാസിക് ആൽബം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ തോന്നലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് വിന്നർ ആയി കഴിഞ്ഞാൽ ആസ് എ മ്യൂസീഷ്യൻ വരുന്ന മാറ്റം ഇതാണോ, സെൽഫ് റിഫ്ലക്ഷൻ ആണോ? എനിക്ക് അതാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ നിന്ന് നമുക്ക് നേരെ കേരള ക്രൈം ഫയൽസിലേക്ക് പോവാം. ഓക്കെ, ഒരു സീരീസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണ് സിനിമ ചെയ്യുന്നതിൽ നിന്ന് മ്യൂസിക് ചെയ്യുമ്പോൾ, സ്കോർ ചെയ്യുമ്പോൾ? എനിക്ക് തോന്നുന്നു കുറച്ച് ഫാക്ടേഴ്സ് ഭയങ്കര എവിഡൻ്റ് ആണ്. ഇപ്പോൾ എനിക്കും നമ്മളും കമ്പോസ് ചെയ്യുന്ന സമയത്ത് തിരിച്ചറിയുന്ന ഒരിക്കലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല OTT-യിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം OTT-യിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലർ ഫോണിലാണ് കാണുന്നത്, ഹെഡ്ഫോണിലാണ് കാണുന്നത്. പിന്നെ എല്ലാവരും വൺ ഷോട്ടിന് കാണണം എന്നില്ല, ബിഞ്ച് വാച്ച് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ചിലപ്പം പോസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം മെയിൻ കാര്യം ഈ സ്റ്റോറിയാണ്, അതിൻ്റെ സ്ക്രീൻ പ്ലേ ആൻഡ് ഡിറക്ഷൻ. ആ കണക്ഷൻ വിട്ടു പോവാണ്ടാണ് നോക്കുക. അപ്പോൾ അത് നമ്മുടെ ജോലിയൊക്കെ പിന്നെയാണ് വരുന്നത്. അപ്പോൾ ഡയറക്ടർ ആൻഡ് റൈറ്റർ, ഇപ്പോൾ ഇതിൽ ബാഹുൽ രമേഷും അഹമ്മദും അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ്, അതെങ്ങനെ അത് മുന്നോട്ട് പോകണം എന്നുള്ള. അപ്പോൾ ആ കാര്യത്തിൽ അവർ 100% അടിപൊളിയായിട്ട് ചെയ്തു. ദെൻ കെയിം ദ മ്യൂസിക്. അപ്പോൾ മ്യൂസിക്കലി അഹമ്മദ് ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, ഇഷാം ഇത് ഭയങ്കര ലൗഡായിട്ടൊന്നും നമ്മൾ ട്രീറ്റ് ചെയ്യരുത്. കാരണം ആദ്യം ഇതിൻ്റെ സീരീസിൽ ആ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോ തീം ചെയ്തു. ഒരു ത്രില്ലറായിട്ടുള്ള ഈ സീസൺ 2 സീസൺ 1 വാസ് ഭയങ്കര സ്പൂൺ ഫെഡ് ത്രില്ലർ ആയിരുന്നു. യു ആർ ആക്ച്വലി ഒരാളെ നമ്മൾ തെരഞ്ഞു പോവാ. സീസൺ 2 അങ്ങനെയല്ല, കുറച്ചും കൂടെ ഇൻവേർഡ് ലെയർസ് ഉണ്ട്. അപ്പം ആദ്യത്തെ ഒരു ലെയർ ഓഫ് മ്യൂസിക് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അഹമ്മദ് പറഞ്ഞു, ഇഷാമ നമുക്ക് ഇങ്ങനത്തെ പരിപാടിയല്ല, കുറച്ചും കൂടെ സട്ടിലായിട്ട് ഇതിനെ പിടിക്കണം എന്ന് പറഞ്ഞു. സ്പെസിഫിക് തീം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓക്കെ ഇങ്ങനത്തെ ഒരു സട്ടിൽ ലെയറാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കൊന്നും കൂടെ റീവർക്ക് ചെയ്യേണ്ടി വന്നു. കുറച്ചൊരു 6 to 8 months സ്പെൻഡ് ചെയ്തു ഇതിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ ഫിലിമിന് സ്കോർ ചെയ്യുമ്പോൾ എത്ര കാലം എടുക്കും? ഇപ്പം നമ്മൾ യൂഷ്വലി 2 months 2 to 3 months മാക്സ് ഒരു ഫിലിമിൻ്റെ സ്കോർ ചെയ്യാണ്. അതിപ്പം ഇപ്പം ഹൈനാന പോലെയുള്ള വലിയ പടം സ്കോർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഹൃദയം ചെയ്യുന്ന സമയത്തും മാക്സിമം ഒരു 2 months ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന് എടുത്തു. കാരണം അതിൽ അത്രയും പാട്ടുകളും ഉണ്ട്, ഇതിൽ പാട്ടും ഇല്ലല്ലോ. സോ വി ഹാഡ് കുറച്ചും കൂടെ സമയം എടുത്തു. പിന്നെ ഇത് ഓൾമോസ്റ്റ് റൺ ടൈം ഒരു 4 hours ഉണ്ട്. ലാസ്റ്റ് എപ്പിസോഡൊക്കെ ഒരു ഏകദേശം 48 minutes ആണ്. അപ്പം ക്ലോസ് ടു 1 hour ആണ്. അപ്പം അത്യാവശ്യം സമയം എടുത്തു സ്കോർ ചെയ്യാനായിട്ട്. ഈ OTT-ക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സീരീസുകൾ നമ്മളിങ്ങനെ സ്കോർ ചെയ്യുമ്പോൾ അവരുടെ കുറെ പരിപാടികൾ ഉണ്ടാവും. അതെ ആസ് എ മ്യൂസീഷ്യൻ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യണം? വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അവരുടെ QC ചെക്ക് വരും. അത് പ്ലാറ്റ്ഫോമിൽ റിലീസാവുന്ന സമയത്ത് അവരുടെ ഒരു ഒത്തോറിറ്റേറിയൻ വർക്ക് അനലൈസിങ് ഒക്കെ വരും. അത് എല്ലാത്തിലും വരും, സ്ക്രീൻ പ്ലേയിലും വരും, എഡിറ്റിലും
എല്ലാത്തിലും അത് വരും, മ്യൂസിക്കിലും വരും. സോ അത് നമ്മൾ വി ഹാവ് ടു ബി സബ്ജക്ട് ടു ദാറ്റ്. പക്ഷേ ചില നേരത്ത് ബ്രേക്ക് ചെയ്യും നമ്മുടെ മ്യൂസിക് ഫ്ലോ ഒക്കെ. ഇപ്പോൾ ഞാൻ അഹമ്മദിൻ്റെ കൂടെ 1-2 തവണ ഒക്കെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലോണം അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താണ് ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തം പിന്നെയും മാറ്റുമ്പോൾ അതിൻ്റെ മ്യൂസിക് ഫ്ലോ ഒക്കെ. പക്ഷെ ഇപ്പം എനിക്ക് സ്നേഹമാണ് അവനോട്, വേറെ കാര്യം. അപ്പം എസ്പെഷ്യലി ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ ഫുൾ മ്യൂസിക് ചെയ്തിട്ട് ഒരു ദിവസം അഹമ്മദ് വന്നിട്ട് എന്നോട് പറയും, ഇഷാം നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി നമുക്കിതൊന്ന് മൊത്തം ഒന്ന് മാറ്റിയാലോ. അപ്പം ഞാനിങ്ങനെ അഹമ്മദിനെ നോക്കിയിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലൊരു ബാക്കിലൊരു സോഫയുണ്ട്, ഞാൻ ആ സോഫയിൽ പോയി ഇരുന്നിട്ട് ഒരു അഹമ്മദ് നടപടിയാവത്തില്ല, ഓൾറെഡി ഇത് ഫുള്ള് ചെയ്തതാണ്, ഇത് നമുക്ക് തീർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ അഹമ്മദ് ഇങ്ങനെ ഇരിക്കും, അഹമ്മദിന് അറിയാം ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിരുന്ന് കമ്പോസ് ചെയ്യുന്നു. പിന്നെ അവൻ കൂടി ഇരുന്ന് നമ്മളത് ചെയ്ത് കൊടുക്കും. ബട്ട് ഐ തിങ്ക് അത്രയും ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്തതിന് അവൻ പേഷ്യൻ്റ് ആയിരുന്നു. എന്നെ മാനേജ് ചെയ്യാനാണെങ്കിലും ആ ഫുൾ ടീമിനെ മാനേജ് ചെയ്ത് അഹമ്മദ് കുറേ സ്ട്രെസ് അടിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് അതൊക്കെ പേ ഓഫ് ആക്കിയിട്ടുണ്ട്. സോ താങ്ക്സ് ടു അഹമ്മദ്. സൂപ്പർ. ഇതാണ് സീരീസിന്റെ പുറകിലുള്ള വർക്ക്. അതെ, സത്യം പറഞ്ഞാൽ കുറച്ച് സീരീസിന് ഭയങ്കര ഹൈ പോയിന്റ്സ് ഉണ്ടാവും ചില സമയത്ത്. ഇപ്പോൾ ഞാൻ കണ്ട എപ്പിസോഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ ഇങ്ങനെ കാണിക്കുമ്പോൾ തമ്പാനൂരിന്ന് എഴുതി കാണിക്കുന്ന എന്തോ നടക്കാൻ പോകുന്ന ഒരു ഫീൽ ഉണ്ടെന്നൊക്കെ. അപ്പൊ അതാണ് എലിവേറ്റ് ചെയ്യുന്നുണ്ട് ആ സീനെ. അപ്പൊ അങ്ങനത്തെ സ്ഥലം നോക്കി എങ്ങനെ അത് വർക്ക് ചെയ്യുക? സിന്താണ് കൂടുതലും പിടിക്കുക. ഞാൻ ഇതിലൊരു കുറച്ചും കൂടി സിന്ത് ഓർക്കസ്ട്രൽ ആ പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ ഹാൻസ് സിമ്മറോ അല്ലെങ്കിൽ ലുഡ്വിക, ജോൺ വില്യംസ് ഇവരൊക്കെ സ്കോർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും മോട്ടീവ് പരിപാടിയാണ്. അതായത് ഒരു ക്യാരക്ടറിനോ അല്ലെങ്കിൽ ഒരു സിനിമാന്റെ കഥയ്ക്കൊരു മോട്ടീവ് ക്രിയേറ്റ് ചെയ്ത് ആ മോട്ടീവ് റിപ്പീറ്റഡ് ആയിട്ട്, മോട്ടീവ് എന്ന് പറയുമ്പോൾ സിമിലർ ടേംസിൽ ഒരു തീം, ഒരു ക്യാരക്ടർ ഒരു തീം. അപ്പോൾ ഈ തീം കേരള ക്രൈം ഫയൽസിൽ അർജുൻ, അതായത് നോബിൾ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു തീം ക്രിയേറ്റ് ചെയ്തായിരുന്നു. ആ തീം ആക്ച്വലി ഞാൻ സീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത് ലാസ്റ്റ് എപ്പിസോഡ് വരെയും ആ മ്യൂസിക് ഉണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നിർബന്ധപൂർവം ചെയ്യണമെന്ന് ആകെ പ്ലാൻ ചെയ്തൊരു മ്യൂസിക് അതാണ്. ബാക്കിയെല്ലാം അഹമ്മദിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് ആകെ നിർബന്ധം അതായിരുന്നു. കാരണം ഓഡിയൻസ് ഈ സീരീസ് കാണുന്ന സമയത്ത് അവർ ഈ നോബിൾ എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. പുള്ളിയാണ് നമ്മുടെ വോയിസ്. പ്രേക്ഷകരുടെ ശബ്ദം എന്ന് പറയുന്ന ആ പോലീസ് ഓഫീസറാണ്. അപ്പം അയാൾക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് എനിക്ക് എവിടെയൊക്കെ വെക്കാൻ പറ്റുമോ മാക്സിമം സ്ഥലത്ത് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു സ്റ്റഡി. സൂപ്പർ. എപ്പോഴാണ് സൈലൻസ് വെക്കണമെന്ന് തീരുമാനിക്കുക? അത് നമ്മൾ ആലോചിച്ച് ഡിസിഷൻ എടുക്കും. ഞാൻ മിക്കപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐ എം സമ്മൺ ഹൂ ഇപ്പം ചില നേരത്തെ എഫക്ട്സ് ഒക്കെ വരുമല്ലോ, ഞാൻ അങ്ങോട്ട് പറയും, എഫക്ട്സിൻ്റെ ആൾക്കാരുടെ അടുത്തും ഡയറക്ടറിനോട് പറയും ഇവിടെ മ്യൂസിക് വേണ്ട. യൂഷ്വലി മിക്കപ്പോഴും അവർ സർപ്രൈസ്ഡ് ആയിരിക്കും ഞാൻ അങ്ങനെ പറയുമ്പോൾ. കാരണം ഇവിടെ എപ്പോഴും മ്യൂസിക്കലി അതെ. സോ എനിക്ക് നേരെ തിരിച്ച് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇൻവോൾവ്മെൻറ്റ് ഓഡിയൻസിന് വരും മ്യൂസിക് ഇല്ലാതെ. കാരണം മ്യൂസിക് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ഇസ് നോട്ട് ദെയർ ഓർഗാനിക്കലി. ആക്ച്വലി ആലോചിച്ച് നോക്കിയാൽ ഇപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സീൻ വരുമ്പോൾ ഞാൻ ഇറങ്ങുന്ന ഒച്ചയും ഡോർ അടയ്ക്കുന്ന ഒച്ചയൊക്കെ ഓർഗാനിക്കലി ഉണ്ടാകുന്നത്. മ്യൂസിക് മാത്രമാണ് ഫേക്ക് ചെയ്യുന്നത്. അത് മാത്രമാണ് മേക്ക് ബിലീഫാണ് മ്യൂസിക്. സോ അത് കഴിയുന്നതും ഒഴിവാക്കി ഉള്ള സ്ഥലത്ത് മാത്രം യൂസ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ലാലേട്ടൻ പറഞ്ഞ പോലെ സിനിമ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇൻ സിനിമ അത് ഒരു മേക്ക് ബിലീഫാണ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ വരുമ്പോൾ അത് ഒരാളുടെ ശബ്ദമാണ്. സിനിമയിൽ അത് ഇറ്റ്സ് ഓൾവേസ് മേക്ക് ബിലീഫ്. ഇത് ഇഷാമിന് ഏറ്റവും ഹൈ പോയിന്റ് ഉണ്ടാക്കിയ മൊമെന്റ് ഏതായിരിക്കും? ഫോർത്ത് എപ്പിസോഡും 6th എപ്പിസോഡും അത് ഐ തിങ്ക് നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. 4th എപ്പിസോഡിൽ ഒരു ഡോഗ് സെർച്ച് ഉണ്ട്. ഒരു 4-5-6 മിനിറ്റോളം അത് ഉണ്ട്. ഒരു ഫുൾ ഡോഗ് സെർച്ച് ആണ്. അത് ആക്ച്വലി എനിക്ക് ആ റീല് വന്നപ്പോൾ ഞാൻ ആക്ച്വലി സ്റ്റക്കായിരുന്നു. ഞാൻ അമ്മനോട് ചോദിച്ചാൽ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, എന്ത് മ്യൂസിക്കാണ്, നമുക്ക് പാട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു റാപ്പിന്റെ ഐഡിയ കിട്ടി. അങ്ങനെ ദെൻ വി സ്റ്റാർട്ടഡ് ഓഫ്. അതൊരു ഫുൾ സ്ട്രെച്ച് സോങ് ആണ്. പ്രയാണമായി നിതാന്തമായി എന്ന് പറഞ്ഞൊരു റാഫി കാണുമ്പോൾ മനസ്സിലാവും അതൊരു ഫുൾ സ്ട്രെച്ച് സോങ് ആണ്. അപ്പൊ അതിന് കുറെ പേര് ആ സെക്ഷൻ ഗംഭീര എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എക്സാക്ട്ലി അത് ദാറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഞാൻ കണ്ട സമയത്ത് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് അഹമ്മദിന്. ചില നേരത്ത് നമ്മൾ അത് ഞാൻ തിരിച്ചറിഞ്ഞൊരു സാധനമാണ്. നമ്മൾ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം you only realize that director's greatness when you see the work.
അപ്പോൾ എനിക്ക് അഹമ്മദിൻ്റെ ഒരു ബ്രില്യൻസ് ആ മൊമെന്റ് തൊട്ടാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഇവരിത് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തതെന്നുള്ള. കംപ്ലീറ്റ്ലി ഒരു റിവേഴ്സ് വർക്കാണത്. പിന്നെ 6th എപ്പിസോഡ്, ദ ലാസ്റ്റ് എപ്പിസോഡ്, വില്ലനും നടനും അവരുടെ ഒരു സ്മൈല് വരുന്ന ഒരു സീനുണ്ട്. അതും ഒരു 4 minute സീക്വൻസ് ആണ്. നമ്മൾ ഈ ഇൻസെപ്ഷൻ സിനിമ അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് സിനിമയിലൊക്കെ ഒരു ക്രിസ്റ്റഫർ നോളാൻ്റെ ഒരു വേ ഓഫ് സ്ക്രീൻ പ്ലേ ഉണ്ട്. ഒരു ലാസ്റ്റ് 4 to 5 minutes ഒരു വോയിസ് ഓവറിൽ പോകുന്ന ഒരു പരിപാടി. അങ്ങനത്തെ ഒരു പരിപാടിയാണ് നമ്മൾ അതിൽ പിടിച്ചിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹാസ് ഡൺ വണ്ടേഴ്സ്. ഈ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അതൊരു പുതിയൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഈ OTT ഹോട്ട്സ്റ്റാറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള കേരള ക്രൈം ഫയൽ സീസൺ 2 ശേഷമുള്ള ഇമ്പാക്റ്റ് ആസ് എ മ്യൂസിക് ഡയറക്ടർ എന്തൊക്കെയാണ് കിട്ടുന്നത്? ആരൊക്കെയാണ് വിളിച്ച് പറയുന്നത്? കുറേ ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്. കുറേ പേര് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിരവധി ആക്ടേഴ്സ് വിളിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മ, ഇന്നലെയും മിനിഞ്ഞാന്ന് അർജുൻ ദാസ്, കുറച്ച് ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല, പെട്ടെന്ന് അർജുൻ ദാസ് വിളിച്ചിട്ട് ഹിഷാം ഗ്രേറ്റ് വർക്ക് ഇൻ KCF എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഫോൺ വെച്ചു. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് അഭിപ്രായം അറിയിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, കേരള ക്രൈം ഫയൽസിന്റെ ഡയറക്ടർ അഹമ്മദ് കബീറിന് മൈ പില്ലർ എന്ന് പറഞ്ഞിട്ട് ഇഷാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം അത് ആക്ച്വലി എന്താ പറയാ, ഒരു പില്ലറാണ് അഹമ്മദ് ലൈഫിൽ. കാരണം ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടർ അഹമ്മദ് കബീറാണ്. മധുരം, KCF 1, KCF 2, പിന്നെ അടുത്ത അഹമ്മദിൻ്റെ സിനിമ അർജുൻ ദാസ് ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന മലയാളം ഫിലിം, അതിൻ്റെയും മ്യൂസിക് ഞാനാണ് ചെയ്യുന്നത്. അപ്പം ഒരു ടുഗെദർ ഒരു 4 പ്രോജക്ട്സ് നമുക്ക് കഴിഞ്ഞൊരു 4 വർഷത്തിലധികം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഡെഫിനറ്റ്ലി ഹീസ് വൺ ഓഫ് മൈ പില്ലേഴ്സ്. അതെ, ഗ്രേറ്റ്. ഞാൻ ഹിഷാമിന്റെ ചില സിനിമകൾ പറയും, റീസെന്റ് സിനിമകൾ. അപ്പോൾ അതിലേക്കുള്ള മ്യൂസിക്കൽ ജേർണി എങ്ങനെയാണെന്ന് പറയണം. എങ്ങനെയാ സിനിമയിലേക്ക് എത്തി? പ്ലസ് ആ സിനിമയിൽ ഒരുപാട് പാട്ടുണ്ടാവും ചിലപ്പോൾ, പക്ഷെ ഒരു പാട്ടിന്റെ ഇഷ്ടമുള്ള 2 വരി കാത്തിരിക്കുവായിരുന്നു. ചില സിനിമകളെ ചിലർക്ക് അറിയില്ല. ഖുഷിയിൽ തുടങ്ങാം നമുക്ക്. അത് ഹൃദയം കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. ഹൃദയം സിനിമയ്ക്ക് ശേഷം ഇമ്മീഡിയറ്റ്ലി തന്നെ ദിനേശ് എന്ന് പറഞ്ഞ മൈത്രീൻ്റെ EP വിളിച്ചു, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞു, ഇഷാം യു ഹാവ് ടു ഫ്ലൈ ടുമോറോ, നാളെ എത്തണം ഹൈദരാബാദിൽ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, വിജയ് ദേവരകൊണ്ട സമാന്താൻ്റെ ഫിലിമിലൊരു മ്യൂസിക് നമുക്ക് ഹിഷാമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുണ്ട്, ആർ യു റെഡി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഡെഫിനറ്റ്ലി ഐ എം കമ്മിങ്. പക്ഷേ അവിടെ പോകുമ്പോഴാണ് മനസ്സിലായത് ഒരു റൂമിൽ ഡയറക്ടറും ഉണ്ട്, ശിവചന്ദ്രൻ ഒരു 10 ADs ഉണ്ട്. അന്ന് തന്നെ കമ്പോസ് ചെയ്യണം. ആ സോങ് കൺഫേം ആയ മാത്രമാണ് ഞാൻ ഇൻ. അപ്പൊ അന്ന് കമ്പോസ് ചെയ്ത സോങ് ആണ്. അത് മാത്രമല്ല ഇല്ല, ചില നേരത്തെ യു ആർ സബ്ജക്റ്റഡ് ടു കുറച്ച് മറ്റേ നമ്മൾ എന്താ പറയാ, ഈ വിറക് നമ്മള് ചില ഹാർഷ് കണ്ടീഷൻസിലൊക്കെ തീ കൊളുത്തുമല്ലോ, അങ്ങനെയൊക്കെ യു ആർ സബ്ജക്ട് ടു ദാറ്റ്. പക്ഷെ അങ്ങനെ ഒരു ഹാർഷ് കണ്ടീഷനിലൂടെയാണ് എൻട്രി അല്ലേ? അതെ. അതെ, പക്ഷെ അത് ഇറ്റ് ഹാപ്പൻഡ് ഫോർ ദ ബെസ്റ്റ് റീസൺസ്. കാരണം ഇന്നും ഖുഷിയിലെ പാട്ടുകൾ എന്താ പറയുക, ഇന്നും വിജയ് ദേവരകൊണ്ടാൻ്റെ ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 സോങ്സ് നോക്കിയാൽ 1 ആൽബം ഇസ് ഖുഷി. പിന്നെ അവിടെയും ആദ്യമായി പുറത്തു നിന്ന് വരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിന് ഇത്രയും പോപ്പുലർ ആക്കിയ സോങ്സ് എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമാണ്. സോ ഐ വാസ് വെരി ഹാപ്പി ടു ബി പാർട്ട്. മൈത്രിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയാണ് മൈത്രീൻ്റെ പിന്നെ 8 വസന്താലം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ എനിക്ക് വരുന്നത്. നെക്സ്റ്റ് അടുത്ത പടം വന്നത്. അപ്പം ഞാൻ നമ്മൾ മ്യൂസിക് ഡയറക്ടറോട് കഥയൊക്കെ പറഞ്ഞ് പാട്ട് ചെയ്യാനുള്ള സമയം കൊടുത്ത് അങ്ങനെയൊക്കെയല്ലേ, ഒരു റൂമിലിരുന്നിട്ട് ചെയ്തോന്ന് പറയുകയാണ്. ചില നേരത്തെ അങ്ങനെയാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എത്തിയ ഒരു പൊസിഷൻ, ഞാനിപ്പം ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ എനിക്ക് എൻ്റെ സമയം എനിക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പം എനിക്ക് പറയാം ഞാൻ ഇനി ഒരാഴ്ചക്കുള്ളിലേ പാട്ട് തരുള്ളൂ. പക്ഷെ ഹൃദയം കഴിഞ്ഞിട്ടാണത്. പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയാണ്, ഇപ്പോഴും ചില ലെവറേജസ് അല്ലെങ്കിൽ ചില ഫ്രീഡം ഒന്നും നമുക്കില്ല. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെയ്യുന്ന വർക്കാണ് നമ്മുടെ പരിപാടി. ആ വർക്ക് നന്നാവാന്നേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും അതിലാണ് ഫോക്കസ്ഡ്. പിന്നെ ഇപ്പം അതിൽ ആരാധ്യ എന്ന് പറഞ്ഞു, ആരാധ്യ ആ സോങ് ഒക്കെ കാശ്മീരിൽ ഇരുന്നിട്ടാണ് പുറത്തേക്ക് നോക്കിയാണ് ഒരു പാട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഡയറക്ടർ അന്ന് ഷൂട്ടിന് പോയിട്ട് ശിവ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇഷാം വി നീഡ് ദ മെലഡി ടുമോറോ ബൈ എനി കോസ്റ്റ്. അപ്പം ഞാൻ ഈ കാശ്മീരിലിരുന്ന് എന്താ ചെയ്യാന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. മോർണിംഗ് 4 മണിയോ 5 മണിയോ രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാന്നുള്ളത്. കാരണം
പോപ്പുലർ സോങ് അല്ലെങ്കിൽ ഈ സോങ് കേൾക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ഹിറ്റ് പീപ്പിൾ, സ്കിപ്പ് ചെയ്യരുത് സോങ്. അപ്പോൾ then I got the word ആരാധ്യ, കാരണം അതിലെ ക്യാരക്ടറിൻ്റെ പേര് ആരാധ്യയാണ്. അങ്ങനെയാണ് ഐ ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് ദ മൗണ്ടൻസ്, ചന്ദനവന്ത ചല്ലകതോ ചാവേ ആരാധ്യ ആരാധ്യ. അപ്പം ഇത്രയും കമ്പോസ് ചെയ്ത് ശിവ ഷൂട്ട് കഴിഞ്ഞാൽ വരുന്നത്. അപ്പം ഞാനിത് കേൾപ്പിച്ചുകൊണ്ട് ശിവ ഇങ്ങനെ 6 മണിക്ക് വെളുപ്പിന് 6 മണിക്ക് ഉള്ളിൽ കേട്ടിട്ട് വാട്ട് ഇസ് ദിസ് ആരാധ്യ, എന്നിട്ട് എന്നോട് ചോദിക്കുക വാട്ട് ഡു യു മീൻ ബൈ ആരാധ്യ ആരാധ്യ ആരാധ്യ, വാട്ട് ഇസ് പുള്ളീൻ്റെ ടോക്ക്. നോ, ദിസ് ഇസ് എ സോങ്, യു ഹിയർ ഇറ്റ്, യു ടേക്ക് സം ടൈം. I don't think this is working, Isham. I think what is this ആരാധ്യ, അങ്ങനെയാ ശിവാൻ്റെ ഒരു സ്റ്റൈല്. ബട്ട് ദെൻ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. പിന്നെ അത് പുള്ളിക്ക് ദെൻ സ്റ്റാർട്ടഡ് ഗ്രോയിങ് ഇൻ ഹിം, പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി. ആൻഡ് ശിവ തന്നെ പറഞ്ഞു, ഇഷാം യു മാർക്ക് മൈ വേർഡ്സ്, ദിസ് സോങ് വിൽ സ്റ്റേ മോർ ദാൻ എനി അതർ സോങ്സ്. ആൻഡ് ദെൻ അത് മറ്റ് ഭാഷകളിലേക്കും ആ സോങ് ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്തു. സോയാ അടുത്ത പടത്തിലേക്ക് വാ. ഹായ് നാന. യെസ്, ഹായ് നാന. ഹായ് നാന ഐ തിങ്ക് വൺ ഓഫ് ദ എന്താ പറയുക ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫിലിമിലാണ് എൻ്റെ ലൈഫിലും. കാരണം അത്രയും ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള സിനിമ ഹൃദയത്തിന് ശേഷം വേറൊരു സിനിമ ഉണ്ടായിട്ടില്ല ഇതുവരെ. ശൗര്യയാണ് ഡയറക്ടർ, നാനി സാറാണ് അഭിനയിച്ചത്, നാനി ആൻഡ് മൃണാൾ. ഭയങ്കര ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വൈഡ് സ്പ്രെഡ് ക്രിട്ടിക്കൽ അക്ലൈം മ്യൂസിക്കിനും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും വന്നിട്ടുള്ളൊരു സിനിമയാണ് ഹായ് നാന. എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു 20-25 അവാർഡ്സിന് ഇതുവരെ അതിന് കിട്ടിയിട്ടുണ്ട് ഹായന. പല രാജ്യങ്ങളിലുള്ള ഇൻ്റർനാഷണൽ അവാർഡ്സൊക്കെ വന്നിട്ടുണ്ട്. സോ അതിലേക്ക് വരുന്നത് ആക്ച്വലി ശൗര്യ ഹൃദയം സിനിമ കണ്ടിട്ടില്ല, സോങ്സ് കേട്ടിട്ടാണ് ശൗര്യ വരുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഹൃദയത്തിലെ പാട്ടുകൾ. അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നു, കൊച്ചി വന്നു, സ്റ്റോറി നരേറ്റ് ചെയ്തു. എന്നിട്ട് ശൗര്യ ആകെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഹിഷാം വി നീഡ് ടു മേക്ക് എ ക്ലാസിക്, ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് ഐ എം ലുക്കിംഗ് ഫോർ. അപ്പോൾ ശൗര്യ ആക്ച്വലി നമ്മുടെ കബീർ സിംഗിൻ്റെ ഒക്കെ ഏഡിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് പോയതാണ്. ദെൻ വി ബിൽട്ട് എ ഗ്രേറ്റ് കമ്പാനിയൻഷിപ്പ്, നല്ലൊരു റാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ശൗര്യ അതിനുശേഷമാണ് ഹൃദയം ഫിലിം കാണുന്നത്. എന്നിട്ട് ശൗര്യ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഹായ് നാനാൻ്റെ സ്കോറിങ് സമയത്ത് യൂഷ്വലി നമുക്കൊരു സ്കോറിങ് റീലായിട്ട് വരിക, സ്പ്ലിറ്റ് ചെയ്ത് വരിക. അപ്പോൾ ഈ റീലിൽ യൂഷ്വലി റെഫറൻസ് ടെംപ് മ്യൂസിക് ആഡ് ചെയ്യും, ഏതെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യും. ശൗര്യ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ശൗര്യ ഹൃദയം ഫിലിം ഫുള്ള് കണ്ടിട്ട് ഹൃദയത്തിലുള്ള സ്കോർ മൊത്തം ഹായ് നാനാൻ്റെ സ്കോറിൽ റെഫറൻസ് കൊണ്ടിട്ടു. അപ്പോൾ പുള്ളി ഇൻഡയറക്ട്ലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇനി ഇതിൻ്റെ ബെറ്റർ അല്ലേ ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഈ ഫുൾ ഫിലിം കണ്ടപ്പോൾ ഞാൻ ശൗര്യനെ നോക്കി, ശൗര്യ അണ്ടർസ്റ്റുഡ് വാട്ട് യു മെന്റ് ബൈ ദിസ് ഐഡിയ ആയിരുന്നു. അതെ, ഇങ്ങനെ റെഫറൻസ് വരുമ്പോൾ അത് നമ്മളെ ബാധിക്കും ആസ് എ മ്യൂസിഷ്യൻ? ബാധിക്കരുത്. ബാധിച്ചിരുന്നാൽ നമ്മളത് അഫക്റ്റഡ് ആയിട്ട് അവിടെ ഇരിക്കും, അവർ വേറെ ആളെ നോക്കി പോകും. യു കാൺട്ട് ബി അഫക്റ്റഡ് ബൈ ഓൾ സച്ച് തിങ്സ്. നമുക്ക് പറയാം, നമുക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് സജഷൻ കൊടുക്കാം, ഈ ഏരിയയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത്. സി ഹാൻസ് സിമ്മർ സാറിന് വരെ ടെംപ് മ്യൂസിക് വരുന്നുണ്ട്. സോ ദെൻ യു കാണ്ട് ആസ്ക്, അത് അവർക്ക് സംടൈംസ് ഇത് പല ആവശ്യങ്ങൾക്കായിരിക്കും. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഐ എം കമ്പോസിങ് എ ഫിലിം ഫോർ പ്രിയങ്ക മോഹൻ്റെ ഒരു നെറ്റ്ഫ്ലിക്സ് ഫിലിമിന് വേണ്ടി ചെയ്യുന്നുണ്ട്. കാർത്തിക് തമിഴ് ഫിലിമാണ്. അപ്പോൾ അത് നെറ്റ്ഫ്ലിക്സ് കൊറിയൻ ഫസ്റ്റ് ഇൻഡോ കൊറിയൻ സിനിമയാണ്. അപ്പോൾ അതിൽ അവർ ഓൾറെഡി ഒരു 2 മണിക്കൂർ വിമിയോ വീഡിയോ അവർ അയച്ചു തന്നു. അപ്പോൾ അതിൽ ഫുൾ മ്യൂസിക്കാണ്. അതിൽ എൻ്റെ സ്കോറുണ്ട്, ഞാൻ ഹൈനാന ഹൃദയത്തിലൊക്കെ വർക്ക് ചെയ്ത സ്കോറുകളുണ്ട്, മറ്റ് സ്കോറുകളുണ്ട്. പക്ഷേ ദ തിങ് ഇസ് അവർക്ക് ചിലപ്പോൾ അത് പ്രൊഡക്ഷൻസിനെ കാണിക്കാനായിരിക്കും, പല ആവശ്യങ്ങൾക്കായിരിക്കും അവരത് ചെയ്യുക. അപ്പം ഇഫ് യു സേ ദാറ്റ് യു ഡോണ്ട് പുട്ട് ദ സ്കോർ ആൻഡ് ഗിവ് മീ, അത് നമുക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്താൽ മതിയല്ലോ. സോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളെല്ലാത്തിനും ആയിനാനയിലെ ഒരു പാട്ടും അതിലെ ഒരു പോർഷനും ചോദിച്ചാൽ ഏതായിരിക്കും? സരെ സരെ തോര പടക്കോ സിത്താര പാടിയത് ഈ പോർഷൻ, അത് ഭയങ്കര ഹിറ്റായി അവിടെ. സമയമാ ഒട്ടുക, ആ പാട്ടായിരിക്കും ഓർമ്മ വരാം. ഇപ്പം ഹൈദരാബാദിൽ ചെന്നിറങ്ങിയ ഇഷാമിലു ആണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വലിയ സ്റ്റാറാണ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഇഷാം. കാരണം പാട്ടുകളൊക്കെ ഫുൾ മില്യൺ കടന്ന പാട്ടുകളാണ്. 10 മില്യൺ, 50 മില്യൺ, 30 മില്യൺ, ഭയങ്കര ഹിറ്റ് പാട്ടുകളാണ്. ഐ തിങ്ക് ഭയങ്കര സന്തോഷമാണ് റാഫെ. കാരണം അവർ
സ്നേഹിക്കുകയാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ദേ സെലിബ്രേറ്റ് മ്യൂസിക് ലൈക്ക് ദാറ്റ്. അവർക്ക് മ്യൂസിക് ഇല്ലാണ്ട് അവർക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു സിനിമ, നമ്മുടെ അടുത്തൊരു സിനിമ നരേറ്റ് ചെയ്യുന്ന സമയത്ത് യു നോ ദർ ആർ 5 to 6 songs. യു ഓൾറെഡി നോ ദാറ്റ്. സോങ്സ് ഇല്ലാത്ത സിനിമ വളരെ അപൂർവമാണ് തെലുഗുവിൽ, എസ്പെഷ്യലി ഇൻ തെലുഗു. കാരണം അവർക്ക് ദേ വാണ്ട് ദാറ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് റിലീസസ് ആണ്. ഇപ്പം നെക്സ്റ്റ് രശ്മിക അഭിനയിച്ച ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ പടം റിലീസാണ്. അപ്പം അതിലെ സോങ് ഒക്കെ ഞാനിപ്പോൾ ഓൾറെഡി ലൂപ്പിലാണ്. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദീ സോങ്സ് ടു കം ഔട്ട്, റിലീസ് ചെയ്യാൻ. അതെ അതെ. അടുത്ത വൺസ് മോർ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നമുക്ക് വൺസ് മോർ നമ്മൾ അതിൽ എനിക്ക് ഒന്ന് വാ കണ്ണമ്മ ശരിക്കും ഫസ്റ്റ് ഹൃദയത്തിന് ശേഷം അർജുൻ എന്നെ ഒരു ദിവസം വിളിക്കുന്നത്. എനിക്ക് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അർജുൻ ഒരു ദിവസം പെട്ടെന്ന് യാദൃശ്യമായിട്ട് രാത്രി എന്നെ വിളിക്കുകയാണ്. ഒരു അറിയാത്തൊരു നമ്പർ. ഹായ് ഹിഷാം, ദിസ് ഇസ് അർജുൻ ദാസ് സ്പീക്കിംഗ്, ഐ ലവ് യുവർ സോങ് ദർശന. അപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പം ഞാൻ ഓർത്ത് എന്നെ ആരെങ്കിലും പ്രാങ്ക് ചെയ്യായിരിക്കും എന്ന് ഓർത്തു. സോ ഐ ആസ്ക്ഡ്, ഈസ് ദിസ് റിയൽ അർജുൻ ദാസ്? യെസ്, ദിസ് ഇസ് ദ റിയൽ അർജുൻ ദാസ്. അപ്പം അങ്ങനെ നമ്മുടെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പായി. വി ഗോട്ട് ടു ഷെയർ ലോട്ട് ഇൻ കോമൺ. അങ്ങനെയാണ് വൺസ് മോർ വരുന്നത്. അപ്പം വൺസ് മോറിൻ്റെ കഥ ആക്ച്വലി അർജുൻ ദാസിൻ്റെ അടുത്ത് നരേറ്റ് ചെയ്യുന്നത് ശ്രീകാന്താണ്, ഡയറക്ടർ. ശ്രീകാന്തിൻ്റെ മനസ്സിലും ഹിഷാമായിരുന്നു അവൻ്റെ പിച്ച് ഡെക്കിലുണ്ടായിരുന്നു. സോ അർജുൻ സെഡ് ലെറ്റ്സ് ഐ പുട്ട് യു ടു ഹിഷാം, വൈ ഡോണ്ട് യു ഗൈസ്. പിന്നെ അത് ശ്രീകാന്തായിട്ടൊരു നല്ല റാപ്പും ഉണ്ടായി. ശ്രീകാന്തിനോട് നന്ദി പറയണം, കാരണം അതിലുള്ള മറ്റ് സോങ്സും എല്ലാം നല്ല ട്രാക്കുകളാണ്. അപ്പോൾ അത് ജസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഫിലിംസ് റിലീസ് നെക്സ്റ്റ് മന്ത്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ കം. പിന്നെ $1 million പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ സിനിമ. സോ വിജയ് ആൻഡ് യുവരാജ് അവരാണ് ടൂറിസ്റ്റ് ഫാമിലിന്റെ പ്രൊഡ്യൂസേഴ്സ്. ഓ, ഹിഷാം എന്നെ പാട്ടിൽ വരാമെന്ന് തീരുമാനിച്ചെങ്ങനെയാ? അത് അവരുടെ ഡിസിഷൻ ആയിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഷർവാണി ഇട്ട് വരും എനിക്ക് തോന്നുന്നില്ല. കാരണം അർജുനും പറഞ്ഞു ഹിഷാം അടുത്ത ഇന്റർവ്യൂവിന് പോകുമ്പോൾ ദയവ് ചെയ്ത് ഷർവാണി ഇടരുതെന്ന്. അപ്പോൾ ഐ തിങ്ക് അത് തിങ്ക് മ്യൂസിക്കും അവരുടെ എല്ലാവരുടെയും കൂടി ഒരു യുനാനിമസ് ഡിസിഷൻ ആയിരുന്നു. ഈ സോങ് ഓൾറെഡി കമ്പോസ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇത് ഇവർ പ്രോമോ ആക്കി ഇറക്കും എന്നുള്ളത് എനിക്കറിയിരുന്നില്ല. അപ്പം അങ്ങനെ ഉത്തരയാണ് ഇതിന്റെ ഫീമെയിൽ പാടിയത്, ഉണ്ണികൃഷ്ണൻ സാറിന്റെ മോള്. അങ്ങനെ അവർ ഡിസൈഡ് ചെയ്തു ഹിഷാം ഒരു 1 day ഷൂട്ട്, ലെറ്റ്സ് ജസ്റ്റ് പ്ലാൻ എ പ്രോമോ എന്ന് പറഞ്ഞിട്ട്. അവിടെ എനിക്ക് വന്ന് തമിഴിൽ ഭയങ്കര ഈ പ്രോമോ സോങ് പരിപാടി ഉണ്ട്. ഒരു ഫിലിമിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സോങ് ഇറങ്ങുക, എസ്പെഷ്യലി കമ്പോസേഴ്സും അതിൻ്റെ ഭാഗമാവുക. ഇവിടെ ഉണ്ട് കുറച്ച്, ഇവിടെ ആ ട്രെൻഡ് വരുന്നുണ്ട് ഇപ്പോൾ. സോ അങ്ങനെയാണ് അത് സംഭവിച്ചത്. പക്ഷെ ഈ വാപ്പടവട കയറി കത്തി ഇൻസ്റ്റാഗ്രാമിൽ. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു പൊങ്കൽ ഫെസ്റ്റിവൽ സമയത്താണ് ഇവരിത് റിലീസ് ചെയ്യുന്നത്. ഭയങ്കര സ്മാർട്ടായിട്ടാണ് അവരിത് റിലീസ് ചെയ്തത്. അപ്പം ഞാനും ഓർത്തു, ഇപ്പം നമ്മൾ മലയാളത്തിലാണ് ഇങ്ങനെ ഒരു സിനിമയിൽ ഒരു പാട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ഓക്കെ, മലയാളത്തിലൊരു പാട്ട് വരുന്നത് എങ്ങനെയാണ് റിസപ്ഷൻ. തമിഴിൽ ഐ വാസ് ജസ്റ്റ് റിലാക്സ്ഡ്, ഫിലിം എന്തായാലും വരട്ടെ നോക്കാം. പക്ഷേ ഈ പാട്ട് ഇറങ്ങിയിട്ട് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായി. സോ ഐ വാസ് ഹാപ്പി. കാരണം ഫസ്റ്റ് ഇറങ്ങിയ പാട്ട് തമിഴിൽ വാക്കണ്ണമ്മയായിരുന്നു. അതിന് ഇത്രയും റിസപ്ഷൻ കിട്ടുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി. സൂപ്പർ. ഒരു പ്രൊമോ സോങ് ഹിറ്റായി കഴിയുമ്പോൾ ഓൾറെഡി വർക്ക് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ പ്രൊമോ സോങ് ഹിറ്റായി കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുകയല്ലേ. ഇപ്പൊ ഒരു സാധനം ഹിറ്റായി കഴിയുമ്പോൾ പീപ്പിൾ വിൽ എക്സ്പെക്ട് എവറിത്തിങ്. നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന എല്ലാ സാധനവും അടിപൊളി, ഇത് എന്ത് ഹിറ്റാവണം. ഓൾറെഡി വർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ, ഓൾറെഡി വർക്ക് കഴിഞ്ഞു. പക്ഷെ ഇല്ല, സ്കോറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ ലെറ്റ്സ് ഹോപ്പ് സിനിമ നല്ലൊരു സിനിമ ആയിരിക്കണം. കുറെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് വൺസ് മോറിന്റെ. ലെറ്റ്സ് സീ. പടം ഹിറ്റായില്ലെങ്കിലും മ്യൂസിക് ഹിറ്റാവുന്ന കാലമാണ് ഇപ്പോൾ. നേരെ തിരിച്ചുകൊണ്ടാവാറുണ്ട്. മ്യൂസിക് ഹിറ്റായില്ലെങ്കിൽ പടം ഹിറ്റാവും. അപ്പോൾ ഹൗ ഡസ് ഇറ്റ് വർക്ക്? സ്റ്റിൽ ഇറ്റ്സ് എ സ്ട്രാറ്റജി. എനിക്ക് തോന്നുന്നൊരു ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സയൻസ് ഉണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും അടിപൊളിയായി വരുന്നത് പടവും. ഇപ്പം ഫോർ എക്സാമ്പിൾ അതായത് എനിക്ക് തോന്നുന്നു എപ്പോഴും മ്യൂസിക് ബൈ പ്രൊഡക്റ്റ്ലി ഹിറ്റാവുന്നതാണ്. ഇപ്പോൾ ഒരു പടം ഭയങ്കര ഹിറ്റാവുമ്പോൾ ആ പടത്തിന് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുക, ആൾക്കാർ വേർഡ് ഓഫ് മൗത്ത്, ആൾക്കാരുടെ എല്ലാ കണ്ണുകളും ചെവികളും ഒക്കെ ആ പടത്തിലേക്കായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ആ പടത്തിലെ എല്ലാ മെറ്റീരിയലും ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ചെറിയൊരു പോർഷൻ ആവട്ടെ, എന്ത് കാര്യമാവട്ടെ, അതെല്ലാം അങ്ങ് പൊങ്ങി വരും. ഹായ്നാന ഈസ് വൺ സച്ച് എക്സാമ്പിൾ. ആക്ച്വലി ഹായ്നാനയിലെ മ്യൂസിക് പടം ഹിറ്റായി വന്ന് പടത്തിന് ഭയങ്കര അക്ലെയിം കിട്ടിയപ്പോഴാണ് പാട്ടുകൾക്കൊക്കെ ഒന്ന് ലിഫ്റ്റ് വന്ന്. കാരണം അതിലെ മ്യൂസിക് ഒരിക്കലും ഒരു കമേഴ്ഷ്യൽ, ഒരു സിംഗിൾ ലിസണിങ്ങിന് ഒരിക്കലും ഇറ്റ് വിൽ നോട്ട് സ്റ്റാർട്ട് ഹോണ്ടിങ് യു അൺലെസ് യു വാച്ച് ദ ഫിലിം കണ്ടതിന് ശേഷം മാത്രമാണ് പാട്ടുകൾ ഹിറ്റ് ചെയ്യുക. കുഷിയിലെ നേരെ തിരിച്ചാ. കുഷിയിലെ ഐ വാണ്ടഡ് പീപ്പിൾ ടു കം ടു ദ തിയേറ്റേഴ്സ് ബൈ ലിസണിങ് ടു ദ സോങ്സ്. മനസ്സിലായത്? അപ്പം ആ ഒരു ഗ്രാഫ്
എപ്പോഴും ചില നേരത്ത് നമ്മൾ നോക്കാറുണ്ട്. അതിൽ ഓരോന്നിനും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. അതെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഇപ്പോൾ കന്നഡ ഫിലിമിൽ അത് ഡയറക്ടർ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വി വാണ്ട് കമേഴ്ഷ്യൽ ഹിറ്റ്സ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിർബന്ധമായിട്ടും വേണം. ആ സ്റ്റേറ്റ്മെന്റ് നമ്മളെ ടെൻഷനിലാക്കുമോ? നോ, സിൻസ് ഐ തിങ്ക് ഇങ്ങനെയുള്ള സോങ്സിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് ക്രാക്ക് ചെയ്യാൻ ഒരു പക്ഷേ ചിലപ്പോൾ ഈസി എന്ന് പറയില്ല, പക്ഷെ ക്രാക്ക് ചെയ്യേണ്ട വഴികൾ അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ വിൽ ട്രൈ യുവർ ബെസ്റ്റ്. കമേഴ്ഷ്യൽ ഹിറ്റ് സീക്രട്ട് എന്താ? ലിറിക്സ് ഇസ് വൺ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലിറിക്, ചോയ്സ് ഓഫ് സിംഗർ, ഹൗ ഇറ്റ്സ് പ്രസന്റഡ്, ഈ 3 കാര്യം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഇൻഡസ്ട്രിയിലും സെയിം ആണ്, അത് തെലുങ്ക് സ്പെസിഫിക് ആണ്? I think it's the same. It's almost the same. കാരണം for example, if you say Darshana, the word is, you know, a very popular name. Naroja Nuve, മണിരത്നം സാറിന്റെ പേരുകള്. പിന്നെ ഇപ്പൊ വാ കണ്ണമ്മ, ആ വാക്ക് ഭയങ്കര ഇതാണ്. ആരാധ്യ, ആ വാക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പല ഡയറക്ടേഴ്സും ഇപ്പോൾ എൻ്റെ അടുത്ത് വിനീതേട്ടനൊക്കെ എപ്പോഴും പറയും ലിറിക്കൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ എടുത്തു നോക്കിയാലും അവരുടെ വൈറൽ അല്ലെങ്കിൽ വൈറലിന് ഉപരി പോപ്പുലർ സോങ്സ് ആ വാക്ക് ഭയങ്കര പോപ്പുലർ ആയിരിക്കും. ഇപ്പം പുഷ്പാല് ഊ അണ്ടാമാവ, അല്ലെങ്കിൽ പീലിങ്സ് എന്ന് നമ്മളൊരു വാക്ക് പറയും. ഇപ്പം ജാതിക്ക തോട്ടം, അല്ലെങ്കിൽ ആവേശത്തിലെ ഇല്ലൂമിനാറ്റി വിനായകന്റെ. അപ്പം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഭയങ്കര, എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഫസ്റ്റ് ഹുക്ക് ചെയ്യുക. പിന്നെയാണ് നമ്മൾ സോങ് ഫുള്ള് കേൾക്കുക. ഇതിലൊരു റീല് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആൾക്കാർ? അല്ല റീൽ ഉണ്ടാവുമോന്ന് മ്യൂസിക് ചെയ്യുമ്പോൾ ആലോചിക്കോ? ഇല്ല, അങ്ങനെ ചിന്തിക്കില്ല. കാരണം നമുക്കറിയില്ല ഏത് പോർഷനാണ് ഇവർ റീലാക്കുക എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഏത് പോർഷനാണ് റീലിൽ വരിക, എന്തായിരിക്കും ഇവർ കട്ട് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സാമ്പാർ സാധനം ഫിൽറ്റർ കോഫി ഹൃദയത്തിലൊരു മ്യൂസിക് ഉണ്ടല്ലോ, അതിപ്പോൾ ഇൻസ്റ്റയിൽ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ സ്വൈപ്പ് ചെയ്യുമ്പോൾ വരും. ഞാൻ ഓർക്കും ഇതെങ്ങനെയാണ്, വാട്ട് ഈസ് ദ സയൻസ് ബിഹൈൻഡ് ദിസ്, എന്തുകൊണ്ടാണ് അവർ ഇത് ഒരു വിഷ്വലിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ്. ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിലെ ഇഷ്ടമുള്ള പോർഷൻ പാടിത്തരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാ പട 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 പടവണ എന്തൻ കണ്ണമ്മാ, നീ തൊട 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 தொடிக்குது எந்த நெஞ்சம்மா, ஹே சிலு 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 சிலுவரு கொஞ்சம் செல்லம்மா, நான் சட 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 வனையன வந்தேன் கண்ணம்மா, இந்த நாள் இது நாள் இதயம் தரவா உரைத்தேன் எது நாள் உன்னிடத்தில் மலநாள் தான் தன எந்த கண்ணம்மா, நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா. സൂപ്പർ, താങ്ക് യു. ഇനി റീസെന്റ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു മൊമെന്റ്, ശരത് സാർ ജഡ്ജായിരുന്നല്ലോ ഐഡിയ സ്റ്റാർ സിംഗർ സമയത്ത് അല്ലേ. അപ്പം പുള്ളിയുടെ കൂടെ, അദ്ദേഹത്തിന്റെ കൂടെ ഒരു റിയാലിറ്റി ഷോയില് 100th എപ്പിസോഡിൽ പാനലില് ഹിഷാമുണ്ട്. പുള്ളി പറയുന്നുണ്ട് അതില്, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പോസർ ആവുന്നൊക്കെ അല്ലേ. സാറ് എപ്പം എന്നെ ചാൻസ് കിട്ടിയ കളിയാക്കും, വാരും. പഴയ പാട്ട് പറഞ്ഞിട്ടാണ്? ഇല്ല, എപ്പോഴും സാറിന്റെ ഒരു സന്തോഷം അത്. എനിക്കും നമുക്കും ഭയങ്കര സന്തോഷം. കാരണം ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മൾ 17 വയസ്സാകുമ്പം സാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പാടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നും നമുക്ക് ആ ഒരു റെസ്പെക്റ്റും ആ ഒരു വാത്സല്യവും സാറിൻ്റെ നിന്ന് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നാറ്. കാരണം നമ്മളെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന, നമ്മളെ അങ്ങനെ കാണുന്ന ആൾക്കാരും വേണം നമ്മുടെ ലൈഫിൽ. ഞാൻ എപ്പോഴും ഒക്കെ അതിനാണ് കൊതിക്കാറ്. ഞാൻ ഇപ്പോഴും പറയും, ഇപ്പം നമുക്ക് ചുറ്റും എല്ലാവരും നമ്മൾ സർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് നിന്ന് റെസ്പെക്റ്റ് തരിക, ഇങ്ങനെ നിൽക്കുക, കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നിൽക്കും അസിസ്റ്റൻസ്. അപ്പം ബട്ട് യു വാണ്ട് എ സർക്കിൾ വേർ നമ്മൾ നോർമൽ ആൾക്കാരായിട്ട് കാണുന്ന ഒരു സർക്കിളും കൂടെ നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈഗോയും എല്ലാം നമ്മളെ ഹിറ്റ് ചെയ്തങ്ങ് പോകും. സോ അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം ശരത് സാറിന്റെ കൂടെ സ്റ്റേജ് അല്ലെങ്കിൽ പാനൽ ഷെയർ ചെയ്തപ്പോൾ എന്തായിരുന്നു, പഴയ ഓർമ്മകൾ വന്നോ? തീർച്ചയായിട്ടും ഓർമ്മ വന്നു. പിന്നെ പേടി വന്നു. സാറിന്റെ കൂടെ ഒന്നും ഇരിക്കാനൊന്നും നമ്മളൊന്നും ആയിട്ടില്ല. അതെ, പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഹാൻഡ്സ് ഡൗൺ സ്പീക്കിംഗ്, അത് ആ ലെവലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ആ ലെവൽ ഓഫ് നോളജ് ഒന്നും എനിക്കില്ല. ഒരു പക്ഷേ ഇറ്റ്സ് ബിക്കോസ് ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ കൂടെ. അവർ ഇൻവൈറ്റ് ചെയ്യുമ്പം അവർക്കൊരു സന്തോഷം, അവർക്കും അത് സന്തോഷമാണ്. കാരണം അപ്പുറത്ത് ഷാനിക്കയുണ്ട്, ഹരിശങ്കറും ഉണ്ട്. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ അജയൻ സാറാണ്. അജയൻ സാറായിരുന്നു പണ്ട് സ്റ്റാർ സിംഗറിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയും, അന്ന് അജയൻ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നെ ആ 100 പേരിൽ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നാവില്ല
ചിലപ്പോൾ വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും. പക്ഷേ ഈ ഒരു ഫേറ്റിൻ്റെ ഒരു ഫൈനൽ അന്ന് പുള്ളി എന്നിൽ കണ്ട കഴിവാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ലൈഫും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ സൗദിയിലാണ് വളർന്നത്, എനിക്ക് അങ്ങനെ ഒരു വലിയ എക്സ്പോഷർ കിട്ടിയിട്ടില്ല. പക്ഷെ അന്ന് ഫോണിൽ കൂടെ ചെയ്ത ഓഡിഷനാണേ. അപ്പം ഞാൻ ഇപ്പോഴും സാറിനോട് പറയും, സാർ എന്നെന്നും അത് ഞാൻ മനസ്സിൽ ഓർക്കും എന്നുള്ളത്. വാവ്, സൈക്കിൾ ഓഫ് ലൈഫ് ഡെഫിനറ്റ്ലി. അന്ന് 100 പേരിൽ സെലക്ട് ആയി 100th എപ്പിസോഡിൽ അതേ ഇതിൽ വന്ന് നമ്മൾ അതേ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത ഷോയിൽ ശരത് സാർ എന്താ പറഞ്ഞത്? ശരത് സാർ പറഞ്ഞു, ഇവിടെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്, നല്ലപോലെ ചെയ്യും, നല്ലപോലെ വർക്ക് ചെയ്യുക, അത് എപ്പോഴും പറയും കേട്ടോ. സംഗതി ശരിയായില്ല എന്നെല്ലാം ബൈ ഡീഫോൾട്ട് സാറ് പറയും. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം സാറിന്റെ ഫ്രണ്ടിൽ സാറ് കമ്പോസ് ചെയ്തൊരു പാട്ടൊക്കെ എനിക്ക് പാടാൻ പറ്റി അന്ന് സ്റ്റേജിൽ നിന്നിട്ട്. അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അടുത്ത ലാലേട്ടൻ പടമാണ്. അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അനൂപേട്ടൻ്റെ. ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി ദർ, ഇറ്റ് മൈറ്റ് നോട്ട് ബി ദർ. അതുകൊണ്ട് എനിക്കത് എത്രത്തോളം ആണ് പ്രൊബാബിലിറ്റി എന്നുള്ളത് അനൂപേട്ടനെ എപ്പോഴെങ്കിലും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പക്ഷേ അത് ഭയങ്കര, ഇഫ് ഇറ്റ് ഹാപ്പൻസ്, അത് ലാൽ സാറിൻ്റെ ഇതുവരെ കാണാത്ത ഒരു ഫേസ് ഓഫ് ആക്ടിങ് ആയിരിക്കും. ഭയങ്കര രസമാണ് അതിൻ്റെ കഥ, ഭയങ്കര മ്യൂസിക്കലാണ് ആ ഫിലിം. സോ ഇൻഫാക്ട് നമ്മൾ അതിൻ്റെ കുറച്ച് വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അനൂപേട്ടൻ്റെ ഒരു ഭയങ്കര പരിപാടിയായിരിക്കും ആ സിനിമ. ഐ ഹോപ്പ് ഇറ്റ് ഹാപ്പൻസ് സൂൺ. ഉറപ്പായിട്ടും. അപ്കമിങ് പ്രോജക്ട്സ് നോക്കുമ്പം കൂടുതൽ എങ്ങോട്ടാണ്? ഹൈദരാബാദിലേക്കാണോ, ചെന്നൈയിലേക്കാണോ, കൊച്ചിയിലിരുന്ന് മലയാള പടത്തിനാണോ കൂടുതൽ ഇഷാമിൻ്റെ പരിപാടികൾ ഇനി ഉണ്ടാവുക? എനിക്ക് ഞാനിത് വേറെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞില്ല, എനിക്ക് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് മലയാളത്തിൽ. അതായത് ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് യു ആർ ഡൂയിങ് മ്യൂസിക് ഫോർ എ പ്രോജക്റ്റ് ദാറ്റ്സ് ഓൾറെഡി ദെയർ. അപ്പം ഔട്ട് ഓഫ് ഒബ്ലീവിയൻ നമുക്കൊരു പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കിഷ്ടമുള്ള ഒരു പരിപാടി നമുക്ക് മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആലോചനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ആൽബം ആയിരിക്കുമോ അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ട്. എങ്ങനെ നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടൊരു പ്രോജക്റ്റ് നമുക്ക് ഇവിടെ ഇനിഷ്യ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയൊക്കെ വരുന്നത്. മ്യൂസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ആണോ? എക്സാക്ട്ലി, മ്യൂസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആവാം. അപ്പോൾ അത് ആലോചിച്ചിട്ടില്ല. പക്ഷെ എന്തെങ്കിലും, കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു വലിയ ലിസ്റ്റ് ഓഫ് സോങ്സ് ഒക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്താണ് മലയാളത്തിലുള്ളതെന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു ട്രൈ ഹിന്ദി. ഹിന്ദിയിൽ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഡെബ്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഹിന്ദി സോങ്സ് കമ്പോസ് ചെയ്യാൻ ഭയങ്കര മലയാളം പാടിയത്. അതെ, അത് പ്രീതം സാർ ഡയറക്ട്ലി വിളിച്ച് ഗിവ് മീ എ ബിഗ് ഷോക്ക്. കാരണം സാർ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് സാറ് പറയുന്നത്, ഹായ്, ദിസ് ഇസ് ഫ്രം മുംബൈ, ദിസ് ഇസ് മ്യൂസിക് ഡയറക്ടർ പ്രീതം. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ് പിന്നെയും ചോദിച്ചു. No, this is Preetham. പുള്ളി പറഞ്ഞു, I have been in the industry since last 20-30 years. I have done Doom music. അപ്പോൾ ഞാൻ പറഞ്ഞു, sir, please don't introduce yourself. I am sorry. I did not understand. I thought someone is pranking. No, Sham, this is Preetham sir. അങ്ങനെ സാറ് ഹൃദയം ആക്ച്വലി ഫുൾ ഫിലിം കണ്ടു. ഫുൾ ഫിലിം കണ്ടിട്ട് ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു അവരുടെ ലേബൽ അവരോട് പറഞ്ഞു, ജസ്റ്റ് ചെക്ക് ഔട്ട് മൈ വോയിസ് ബിക്കോസ് ഐ സാങ് ദർശന. അങ്ങനെ സാറ് ഫുൾ ഫിലിം കണ്ടിട്ട് സാറ് പറഞ്ഞു, ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ഫിലിം. ഐ വാച്ച്ഡ് ഇറ്റ് ജസ്റ്റ് ഫോർ ദ മ്യൂസിക് ആൻഡ് ദാറ്റ് ഫിലിം ഇസ് അമേസിങ് ആൻഡ് ഐ ലവ് ദ സോങ്സ് ടു. സോ ഇഷാം, ഐ വോണ്ട് യു ടു സിംഗ് ദ മലയാളം വേർഷൻ ഓഫ് കേസരി. അങ്ങനെ അരിജീത്ത് പാടിയ സോങ് അയച്ചു തന്നു. ഐ സാങ് ദ മലയാളം വേർഷൻ. എന്നിട്ട് ഇപ്പോഴും ഇടയ്ക്ക് ഞാൻ മുംബൈ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാറിന് മെസ്സേജ് അയക്കും. സാറ് പറയും, ഷാം, ലെറ്റ്സ് ക്യാച്ചപ്പ് ഫോർ എ കോഫി. പക്ഷെ ഇതുവരെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് അന്ന് റെക്കോർഡിങ് എൻ്റെ സ്റ്റുഡിയോ എന്നാണ് ഞാൻ ചെയ്തു കൊടുത്തത്. അന്ന് ആക്ച്വലി മുംബൈയിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. വരികൾ ഓർക്കുന്നുണ്ടോ? അഴകേ ഇനിയെല്ലാം നേരാകുമേ, ഉലകിൽ ഇനിയെല്ലാം നീയാകുമേ, വെണ്ണിലേ അലയുന്ന താരമേ, നിന്നില്ല വിധിയിൽ അറിയാതെ വീണതോ നിറകുങ്കുമമാകെ വിണ്ണഴിഞ്ഞു ഞാൻ, കൈ തൊടുമ്പോൾ നിന്നെ മൂവന്തിയാളെ ആരുയിരെ നീയൻ ഉള്ളിലായി ചേർത്തു വെച്ചേ ഞാനേ എങ്ങെങ്ങുമേ. Thank you Isham, all the best. Thank you Rafi for having me here. പൊളിക്കണം. അപ്പോൾ ഇഷാമിന്റെ അടുത്ത മ്യൂസിക്കൽ പരിപാടികളൊക്കെ ഇഷാം ആഗ്രഹിച്ച പോലെ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോട്ടെ. താങ്ക് യു റാഫി. അടുത്ത ഇന്നിങ്സിന് നമുക്കിരിക്കാം. ഉറപ്പായിട്ടും കേട്ടോ. ഒരു ടൺ കണക്കിന് ഫണ്ട് ഞങ്ങൾക്ക് വേണ്ടി പറയാം. മ്യൂസിക്കലി പറയോ? ടൺ കണക്കിന് ഫണ്ട്